നമസ്കാരം. ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. മട്ടന്നൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ കൊട്ടിക്കലാശം 3 ഇടങ്ങളിൽ നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനായി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. കലാശക്കൊട്ടിന് ഗതാഗത തടസ്സം ഉണ്ടാക്കരുതെന്നും തീരുമാനമുണ്ട്. ബസ് സ്റ്റാൻഡ് സാധാരണ LDF-നും ലിങ്സുമാണ് BJP കാണിച്ചാണ് നടന്നു പോകുന്നത്. അങ്ങനെ തന്നെയല്ലേ തീരുമാനിക്കുന്നത്. അതെല്ലാരും ഒരേ പിന്നെ വാഹനങ്ങൾക്ക് കടത്തുവാനുള്ള സൗകര്യം എല്ലാവരും ചെയ്തു കൊടുക്കണം. ഒന്നാമത് ജംഗ്ഷനിലുള്ളവരായാലും ബസ് സ്റ്റാൻഡിന്റെ ഈ പറഞ്ഞവരുണ്ട്. ബസ് സ്റ്റാൻഡിന്റെ വാഹനങ്ങൾക്ക് ഒരു തടസ്സം വരാത്ത വിധത്തിലാക്കണം. അതുപോലെ ലിങ്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ കൊട്ടിക്കലാശത്തിന് 24-ന് വൈകുന്നേരം 6 മണി വരെയാണ് അനുമതി. 3 മുന്നണികൾക്കും ടൗണിൽ വിവിധ സ്ഥലങ്ങൾ നിശ്ചയിച്ചു നൽകി. LDF-ന് ബസ് സ്റ്റാൻഡ് പരിസരവും UDF-ന് പ്രകാശ് ജംഗ്ഷനും BJP-ക്ക് തലശ്ശേരി റോഡിൽ ലിങ്ക്സ് മാൾ പരിസരവുമാണ് അനുവദിച്ചത്. 85 ബൂത്തുകളാണ് മട്ടന്നൂരിലുള്ളത്. ബൂത്തുകളുടെ 100 മീറ്ററിന് സമീപം പാർട്ടി ചിഹ്നങ്ങളോ പ്രചാരണ സാമഗ്രികളോ ഉണ്ടാവാൻ പാടില്ല. ഇതെല്ലാം അടുത്ത ദിവസങ്ങളിൽ തന്നെ മാറ്റണം. വിമാനത്താവള നഗരമായതിനാൽ VIP-കളുടെ വിമാനത്താവള യാത്രയും ഒപ്പം വിമാനത്താവളത്തിലേക്കുള്ള മറ്റ് യാത്രികരുടെ വാഹനങ്ങളും സുഗമമായി പോകേണ്ടതിനാൽ കലാശക്കൊട്ട് നടത്തുമ്പോൾ ഗതാഗത തടസ്സമുണ്ടാക്കാൻ പാടില്ലെന്നും യോഗത്തിൽ തീരുമാനിച്ചു. CIMC അഭിലാഷ്, SI RN പ്രശാന്ത്, ASI KP അബ്ദുൾ നാസർ, PRO AP സിദ്ദീഖ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ NV ചന്ദ്രബാബു, AK രാജേഷ്, ശരത് കൊതേരി, V രാമദാസ്, N അബ്ദുൾ ജലീൽ, T ദിനേശൻ, C ദിനേശൻ, P വിജിത് കുമാർ, CM നസീർ, ഷംസുദ്ദീൻ കയനി, VK പ്രഭാകരൻ, അച്യുതൻ അണിയേരി എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.